പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 29 ശനിയാഴ്ച, നോമ്പിലെ 28 ദിവസം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു പ്രഭാതം തന്നതിന് നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങേക്ക് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കാൻ വലിയ കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലികളും പോകുന്ന സ്ഥലങ്ങളും കണ്ടുമുട്ടുന്ന വ്യക്തികളും യാത്ര ചെയ്യുന്ന വാഹനങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ സംരക്ഷണം നിരന്തരം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യേശുവിനെ ബന്ധിക്കാമെന്ന സേവകന്മാർ തങ്ങളെ പറഞ്ഞയച്ചവർക്ക് കൊടുക്കുന്ന മറുപടി: യേശു എല്ലാ കാര്യത്തിലും വ്യത്യസ്തനായിരുന്നു. അവനെപ്പോലെ വേറെ ആർക്കും ആകാൻ പറ്റിയിരുന്നില്ല. ഈശോയെ സ്നേഹിക്കുന്നതിലും അനുകരിക്കുന്നതിലും മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മൂലം ആരും ഈശോയെ കുറ്റപ്പെടുത്താൻ ഇടവരുത്തരുതേ എന്ന് നമുക്ക് ഇന്ന് ദിവ്യകാരുണ്യീശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.